Hi friends, welcome back to our YouTube channel. It's me Kyun. So like, share, comment and subscribe. അപ്പോൾ നാളെ എന്ന് വയ്ക്കുമ്പോൾ ഡിസംബർ 25 ആണ്, ഇന്ന് 24th ആണ്. സോ നാളെയാണ് ക്രിസ്മസ് ഡേ വന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻസൊക്കെ നേരത്തെ തന്നെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. വിചാരിച്ചു ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. സോ നാളെ ക്രിസ്മസ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നാളെ വ്ളോഗ് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്മസിന് വ്ളോഗ് ഉണ്ടായിരിക്കത്തില്ല. സോ ഇന്നെന്തായാലും എന്തൊക്കെയാണെന്ന് വിചാരിച്ചു. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്, അപ്പോൾ ഒരു വ്ളോഗ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ എൽമൊക്കെ ഇവിടെ ഉണ്ട്. എൽമ ഇന്നലെയാണ് വന്നത്. ഞങ്ങളിപ്പോൾ ചായയൊക്കെ കുടിച്ചു. എനിക്കിനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആൻസർ ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അതിപ്പോൾ ഞാൻ ഓർമ്മയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ, വേറെ ഓർമ്മ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഓർമ്മ കംപ്ലീറ്റ് ആണ്, പക്ഷേ അതിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. പക്ഷേ ആ 2 ക്വസ്റ്റ്യൻസ് ഓൾ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ചെയ്യുന്നതെന്നാണോന്നില്ല, പക്ഷെ എന്നാലും ചെയ്യണം. ഓക്കെ, അത് ഹിന്ദിയാണുള്ളത്, അത് വേറൊരു കാര്യം. അപ്പം ഇനിയിപ്പോൾ ഞാൻ മലയാളം സെക്കൻഡാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മലയാളം സെക്കൻഡാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ മലയാളം ഫസ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. മൊത്തത്തിലൊരു ബിസിയാണ്. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മൈലാഞ്ചി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൽമയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന്. പിന്നെ പിള്ളേരെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ചേച്ചി വന്നായിരുന്നു. അവൾ എന്നായിരുന്നു വന്നത്, 22-ാം തീയതി എങ്ങാണ്ടും വന്നു. കോയമ്പത്തൂരിൽ നിന്ന് ബസ് കയറിയിട്ട് നാട്ടിലെത്തുകയാണ് ചെയ്തത്. എൻ്റെ ഹെയർ ഒരുമാതിരി ഇരിക്കും, മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് എൽമയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. ഞാൻ അത്രയ്ക്ക് വലിയ പ്രൊഫഷണൽ മൈലാഞ്ചി ആർട്ടിസ്റ്റൊന്നുമല്ല, മെഹന്തി ആർട്ടിസ്റ്റൊന്നുമല്ല. പിന്നെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. ഓക്കെ, ഇതാണ് എൽമയുടെ കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അത് ഇവിടെ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ഇപ്പം ഇട്ടാണ്. പിന്നീട് ഞങ്ങൾ നേരെ ചോറുണ്ണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ മുട്ട ബുൾസ അടിച്ചത് കൂട്ടിയാണ് ചോറുണ്ടത്. ലൈറ്റായിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ നാളെ ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ഒരു റെഡ് തീം. അപ്പോൾ റെഡ് കളർ നെയിൽ പോളിഷ് ഇവിടെ ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു റെഡ് കളർ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ ഉള്ള റെഡായിരുന്നു. സോ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഇട്ടാൽ നമ്മളും ബ്രൈറ്റ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇപ്പോൾ ക്രിസ്മസ് ആണ്, റെഡ് തീമാണ്, അപ്പോൾ ഒരു റെഡ് കളർ നെയിൽ പോളിഷ് എടുത്ത് ഇടാമെന്ന് തോന്നി. അപ്പം ഞാനതിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി പിറവത്ത് പോയായിരുന്നു. അപ്പോൾ അമ്മച്ചി പിറവത്ത് പോയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മിഠായിയും കൂടെ തട്ടിക്കൂട്ടി കിട്ടുന്നുണ്ട്. ആ മിഠായി കഴിഞ്ഞിട്ട് വേറൊരു മിഠായിയും കൂടെ തട്ടിക്കൂട്ടി കിട്ടി. സംഭവം എന്തായിരിക്കുമ്പോൾ ഫസ്റ്റത്തെ മിഠായി അമ്മച്ചി മേടിച്ചതാണ്. സെക്കൻഡിലത്തെ മിഠായി നമ്മുടെ കുഞ്ഞുമാട്ടിൽ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് ഡ്രസ്സോ ബ്ലൗസോ എന്തോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അമ്മച്ചി കയറിയായിരുന്നു. എന്തോ ലൈനിങ് തുണി അങ്ങനെ എന്തോ എടുക്കാൻ വേണ്ടി. അപ്പോൾ അന്നേരം അവരുടെ 60ാമത്തെ ആനുവൽ ഡേ ആയിരുന്നു, ആനിവേഴ്സറി ആയിരുന്നു, വാർഷികമായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് തന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷെയർ എനിക്കും കിട്ടി, എൽമയ്ക്കും കിട്ടി, എല്ലാവർക്കും. അങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതുവരെ ഞാൻ ആദ്യമായിട്ടല്ല ഇടുന്നത്, കുറേ തവണ ഇടാറുണ്ട്. ഞാൻ ഓരോരോ ആഴ്ച ഓരോരോ നെയിൽ പോളിഷൊക്കെ ഇട്ടാണ് സ്കൂളിൽ പോകാറുള്ളത്. എൻ്റെ നഖം ഇത്രയൊന്നും അല്ലായിരുന്നു. സ്കൂളിൽ നഖം വളർത്താൻ വേണ്ടി പാടില്ല, അങ്ങനെ ഞാൻ നഖം വെട്ടിക്കളഞ്ഞതാണ്. കുറേ നല്ല നീളമുള്ള നഖമായിരുന്നു എൻ്റെ ഇത്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ നഖം. പിന്നെ ഒരു ബോഡി ലോഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, അതപ്പോൾ അന്നേരം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞത് അപ്പം തന്നെ വന്നു.
അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം ഗൈസ്. റിവ്യൂ പറയുന്നത് ഞാൻ എൻ്റെ ഒറ്റ യൂസിൽ തന്നെയാണ്. തൽക്കാലം ഇപ്പം നമുക്ക് ഒറ്റ യൂസിൽ തന്നെയുള്ള ഒരു റിവ്യൂ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഈ ബോഡി ലോഷൻ വന്നിട്ടുള്ളത് എൻകഫൈൻ്റെ ബോഡി ലോഷനാണ്. നല്ല കോഫിയുടെ സ്മെല്ലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഷീ ബട്ടറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇത് ഈ കാണുന്നത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. എൻ്റെ സ്കിൻ ടോൺ മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ഞാൻ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇതൊക്കെ അപ്ലൈ ചെയ്താൽ സ്കിൻ ടോൺ മാറും. ഇതിപ്പോൾ ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്താൽ എൻ്റെ സ്കിൻ ടോൺ മാറാറുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇവിടെ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എൽമ പോണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നാളെയല്ല പോയാൽ പോരെ, കല്യാണത്തിന് പോകുമ്പോൾ പോകാം. നാളെ ക്രിസ്മസ് ആണല്ലോ. ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ, മൊബൈലിൽ, എൽമയുടെ മൊബൈലിൽ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നു. ഇങ്ങനെ കുളിച്ചായിരുന്നോ? കുളിച്ചോ ഇല്ലയോ? നേരെ നോക്കിക്കേ. ഇവിടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് റെഡി ആയിരിക്കുക. ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ഇഷ്ടക്കുറവുണ്ടല്ലോ അതാ വീട്ടിൽ പോണേ. പിന്നെ വന്നതിനെ കൂടെ പിന്നെ അപ്പോൾ ഗെയ്സ്, നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് നാളെ പിടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി അരിപ്പൊടി മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നാളെ നമ്മൾ വെളുപ്പിനെ എണീറ്റിട്ട് ഈ ഉണ്ട പോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കും. അപ്പോൾ ഇതിപ്പോൾ അടുപ്പി വെച്ചിട്ടാണ് നമ്മൾ ഈ പിടി ഇങ്ങനെ അതിൻ്റെ പൊടി ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. പൊടി മറിച്ചിടുക എന്നല്ല, പൊടി വറുക്കുക. എന്നാൽ അതിനെ പൊടി വറുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഒന്നൊന്നര ഐറ്റം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നൊന്നര ഐറ്റം തന്നെയാണ്. ഒരു അടാറ് സാധനമാണ് ഇരിക്കുന്നത്. അത് നല്ല സ്ട്രോബെറി ഫ്ലേവർ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്ത് മീൻകറിയാണ് വെക്കാൻ പോകുന്നത്? സ്രാവ് മീൻ. കണ്ടോ, ആദ്യമേ 2 കുരുമുളക് വറുക്കുക. അത് കഴിഞ്ഞ് ഇത്തിരി ഉലുവ ഇടുക. കുരുമുളക് ഒരു പകുതി മൂപ്പാകുമ്പോൾ ഉലുവ ഇടുക. ഉലുവ ഇട്ട് അത് ചുമക്കം പാകത്തിന് വറുത്തെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ബാക്കി പിന്നെ പറയാം. മുളകുണ്ടോ എന്ന് നോക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ മുളക് ചെടി. വലുത് വേണം, കുഞ്ഞതുണ്ടായിട്ട് കാര്യമില്ല. ഇതിലെല്ലാം കുഞ്ഞതാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആൻറ്റി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ആൻറ്റിക്ക് ഈ നെയിൽ പോളിഷ് കൊടുക്കാം. അവിടെ അത് കളിക്കാൻ വേണ്ടിയിട്ട്